നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പോക്സോ നിയമ അവബോധം ലഭിക്കുന്നതിനായി ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പോക്സോ നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പറഞ്ഞു. ദേശീയ വായനാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം പൈനാവോ MRS സ്കൂളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ് നടത്തി ഹെൽത്ത് സ്ക്വാഡ്. വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ ന്യൂനത പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി. വാർത്തകൾ വിശദമായി. പോക്സോ നിയമ അവബോധം ലഭിക്കുന്നതിനായി ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പോക്സോ നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ ശശികുമാർ PS പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കളക്ടർ V വിഘ്നേശ്വരി IAS മുഖ്യ പ്രഭാഷണം നടത്തും. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും 2012 പോക്സോ നിയമത്തിന്റെ പുസ്തകരൂപം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ചൈൽഡ് സേഫ് ഇടുക്കി 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ അധ്യാപകർക്ക് പോക്സോ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ സ്കൂളുകളിലും ബെയർ ആക്ട് വിതരണം ചെയ്യും. പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി എല്ലാ സ്കൂളുകളിലും പോക്സോ നിയമത്തെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസുകൾ നടത്തുകയെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നൂതന സംരംഭം നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ജില്ലാ കോടതിയുടെയും അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് നാളെ ഈ പ്രോഗ്രാം. അത് ലോഞ്ച് ചെയ്യപ്പെടുന്നത് നമ്മുടെ കുമാരമംഗലത്തുള്ള വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ വെച്ചാണ് അത് നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 അത് നിങ്ങളുടെ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ ആക്ടിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിയമസംഹിത, ബെയർ ആക്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നിയമസംഹിത ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം, യഥാർത്ഥത്തിലുള്ള ആ ഒരു നിയമസംഹിത സ്കൂളുകളിൽ കൊടുക്കുന്നതിൻ്റെ പ്രസക്തി എന്ത് എന്ന് നമുക്കൊരു ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒരു വിഷയം, അതായത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ വിദ്യാലയങ്ങളിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതായി ഏതെങ്കിലും വിധത്തിലുള്ള സൂചനയോ അറിവോ ഒരു അധ്യാപകന് ലഭിക്കുന്ന പക്ഷം അധ്യാപകന് ഈ വിവരം പോലീസിലോ അതുപോലെ തന്നെ CWCയിലോ റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത ഈ ആക്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാതലായിട്ടുള്ള ഭാഗം. ചൈൽഡ് സേഫ് ഇടുക്കി 2025 പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IASന്റെയും ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPSന്റെയും സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ PS ശശികുമാർ നിർവഹിക്കും. ചടങ്ങിൽ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി CGNN പോക്സോ ആക്ട് സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജ് ആഷ് K ബാൽ, ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ പോൾ, തൊടുപുഴ CJM സിന്ധു തങ്കം, ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സനീഷ് SS, ജില്ലാ വനിതാ ശിശുക്ഷേമ വികസന ഓഫീസർ മഞ്ജു PG, പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PV വാഹിദ തുടങ്ങിയവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുടുംബ കോടതി ജഡ്ജ് ജോഷി ജോൺ, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി CGNN, തൊടുപുഴ DEO ഷീബ മുഹമ്മദ്, PK ജയകൃഷ്ണൻ, അനിൽ J തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽ അസർ മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് CP മാത്യു നിർവഹിച്ചു. ലോകം ഉറ്റുനോക്കുന്ന മനുഷ്യസ്നേഹിയായ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ ജീവരക്തം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്ന മഹനീയ കർമ്മം മാതൃകാപരമാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പ്രസ്താവിച്ചു. രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ തുടക്കം കുറിച്ച ഈ പരിപാടി തുടർന്ന് നടത്തുന്നതിന് രക്തദാന സേനയ്ക്ക് ജില്ലാതലത്തിൽ രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു സ്ഥിരം സംവിധാനമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി TJ പീറ്ററിനാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു സ്ഥിരം സംവിധാനമായിക്കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ബ്ലഡ് ലഭിക്കാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാകുവാൻ ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കിഡ്നിക്ക് വേണ്ടി, കരളിന് വേണ്ടി, കണ്ണിനു വേണ്ടി ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം, പ്രത്യേകിച്ച് സാധാരണക്കാർ, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു വലിയ സഹായമായി മാറാൻ ഈ സംവിധാനം ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് ഇത് ഒരു പുതിയ ചുവടുവയ്പായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൊടുപുഴയിൽ അൽ അസർ മെഡിക്കൽ കോളേജ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സുധീർ ബാസുരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ TJ പീറ്റർ, ജോസ് അഗസ്റ്റിൻ, MH സജീവ്, ഷാനു ഷാഹുൽ, എബി മുണ്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ രക്തദാനത്തിനായി സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയും ധൂർത്തും അഴിമതിയുമെല്ലാം ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ഓടക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയില്ലായ്മയും ധൂർത്തും അഴിമതിയുമെല്ലാം ചർച്ചാ വിഷയമാകുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വന്യജീവി ആക്രമണവും വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ന്യായമായ ആവശ്യങ്ങൾക്കായി സമരമുഖത്ത് വന്ന ആശാവർക്കർമാർ, PSC റാങ്ക് ഹോൾഡേഴ്സ് തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന ഭരണധാർഷ്ട്യത്തിനുള്ള മറുപടിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്നും PJ ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യകാല പാർട്ടി പ്രവർത്തകരെ ആദരിക്കലും വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും PJ ജോസഫ് MLA നിർവഹിച്ചു. ഭൂപതിവ് വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് വ്യക്തതയില്ലാത്ത സർക്കാർ ജില്ലയിൽ തുടർച്ചയായി പട്ടയ വിതരണ നടപടികൾ തടസ്സപ്പെടുത്തിയതായും മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ഓടക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ MJ ജേക്കബ്, അബു ജോൺ ജോസഫ്, പ്രൊഫസർ ഷീല സ്റ്റീഫൻ, M മോനിച്ചൻ, ബ്ലേസ് G വാഴയിൽ, ടോമി കാവാലം, ക്ലമൻ ഇമ്മാനുവൽ, ജോൺസ് ജോർജ് കുന്നപ്പള്ളിയിൽ, ജോസ് മാത്യു, പ്രദീപ് ആക്കപ്പറമ്പിൽ, ജസ്റ്റിൻ ചെമ്പകത്തിനാൽ, ഷേർലി അഗസ്റ്റിൻ, മർട്ടിൽ മാത്യു, VC ജോസഫ് വലിയകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ച് വെങ്ങല്ലൂർ TM UP സ്കൂൾ. 1,00,000-ലേറെ പുസ്തകങ്ങളും നിരവധി ജേർണലുകളും മാഗസിനുകളും പത്രങ്ങളുമുള്ള ന്യൂമാൻ കോളേജ് ലൈബ്രറി സന്ദർശനമാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂൾ അധികൃതർ ഒരുക്കിയത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി അവധി ദിവസങ്ങളിൽ ന്യൂമാൻ കോളേജ് ലൈബ്രറി തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ന്യൂമാൻ കോളേജ് ലൈബ്രറി സന്ദർശിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ന്യൂമാൻ കോളേജ് സംഘടിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് വിജയികളായ റാഷിദ് ഹനീഫ്, ഫർഹാന ഫാത്തിമ, ഗായത്രി വിവേക്, ലീബ ഫാത്തിമ, മുഹമ്മദ് ഇർഫാൻ എന്നിവർക്ക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെന്നി K അലക്സ് ഉപഹാരം നൽകി. 5 ബിയിൽ നിന്ന് മുഹമ്മദ് ഇർഫാൻ, ഗായത്രി വിവേക്, ഓക്കെ. നിങ്ങൾ നല്ല സ്കൂളാണെന്ന് നമുക്ക് അറിയാം. പത്രത്താളുകളിലൊക്കെ ഏറ്റവും നല്ല മികച്ച സ്കൂള്, ഏറ്റവും നല്ല ഹെഡ് മാസ്റ്റർ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. നല്ല കുട്ടികളായിരിക്കുക, ചീത്തക്കൂട്ടിലൊന്നും പെടാതെ, അല്ലേ, നല്ല വീട്ടിലും നാട്ടിലൊക്കെ നല്ല കുട്ടികളാണ്. വളരും തോറും അറിവ് നമുക്ക് ഉണ്ടാകും, നല്ല അറിവ്. പേരൻസിനെ ബഹുമാനിക്കണം, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കണം, പത്രം വായിക്കണം, ഇല്ലേ, നോ പറയേണ്ടിടത്ത് നോ പറയണം,
കുട്ടച്ചും പാട്ടച്ചൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ നല്ല കുട്ടികളാകണം, നല്ലത് കേൾക്കണം, അനുസരിക്കണം. അങ്ങനെ ഇപ്പോഴേ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയാൽ മാത്രമേ വലുതാകുമ്പം ഇനിയാളെ കുറിച്ച് ഇപ്പോൾ റഷീദ് എന്നൊരാളുണ്ടെങ്കിൽ റഷീദ് മിടുക്കണം, അവനെ കണ്ടുപിടിക്കണം അല്ലേ? അല്ലെങ്കിൽ ഫാത്തിമ എന്നൊരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ സന്തോഷ്. അപ്പം ഇങ്ങനെയുള്ളവരെ കണ്ടു പഠിക്കണമെന്ന് വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എപ്പോഴാണ് പറയുന്നത്? നമ്മൾ നല്ല രീതിയിൽ വളരുമ്പോഴാണ് അല്ലേ? നോ പറയണം. ചീത്തക്കൂട്ടിലൊക്കെ ചെന്നുപെട്ടു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടു കേട്ടു, അപ്പം അതൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കണത് വേണ്ട, അത് നല്ല കുട്ടിക്ക് ചേർന്നതല്ല. അത് നമ്മൾ തന്നെ ഇപ്പോഴേ രൂപപ്പെടുത്തി എടുക്കണം മനസ്സിൽ. കോളേജ് ബർസർ ഫാദർ ബെൻസൺ എൻ ആന്റണി, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ ജോർജ് കുട്ടി, മലയാള വിഭാഗം HOD സിസ്റ്റർ ബിൻസി, ലൈബ്രറിയൻ ലിസ് ജേക്കബ്, ലൈബ്രറി അസിസ്റ്റന്റ് സജിൽ ജോർജ്, സ്കൂൾ അധ്യാപകൻ അഫ്സൽ CH എന്നിവർ സംസാരിച്ചു. സ്കൂൾ PTA അംഗം റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR നന്ദിയും രേഖപ്പെടുത്തി. മൊബൈലിൻ്റെ അടിമത്വത്തിൽ നിന്നും മാറി കുട്ടികളെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും വായനയുടെ ലോകത്തേക്ക് അവരെ നയിക്കുന്നതിനും വേണ്ടിയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജുമായി സഹകരിച്ച് വെങ്ങല്ലൂർ UP സ്കൂൾ കുട്ടികൾക്കായി ഇത്തരമൊരു അവസരം ഒരുക്കുന്നത്. ഒട്ടനവധി പുസ്തകങ്ങളെ പരിചയപ്പെടാനും ഒരു നല്ല ലൈബ്രറി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കണ്ടു മനസ്സിലാക്കുന്നതിനും ഈ ഒരു ലൈബ്രറി സന്ദർശനം വളരെയേറെ സഹായകരമായിട്ടുണ്ട്. വായിക്കാനുള്ള പ്രചോദനം ഈ ലൈബ്രറി സന്ദർശനത്തിലൂടെ ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ വായന ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം പൈനാവ് MRS സ്കൂളിൽ സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാകുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ദിശാബോധവും അറിവുമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, സാക്ഷരതാ മിഷൻ ജില്ലാ ഓഫീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചത്. പൈനാവ് MRS സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വായന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഗുരുതുല്യമാണ്. ഓരോ പുസ്തകവും ഓരോ ഗുരുക്കളാണ്. അന്ധത അല്ലെങ്കിൽ അന്ധത മാറ്റുന്നവ എന്ന് പറഞ്ഞാൽ ഗുരുവെന്നാണ്. അതായത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ അല്ലേ? നമുക്ക് ലോകത്തിൻ്റെ അറിവ് പകർന്നു ധരിക്കുന്നവരാണ് നിങ്ങളുടെ ഗുരുക്കന്മാർ. അതുപോലെയാണ് ഓരോ പുസ്തകവും ഓരോ ഗ്രന്ഥങ്ങളും നമ്മളെ ഗുരുക്കന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ ഓരോ വിധിവിഗതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയാണ്. അത് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ തന്നെ നമ്മൾ വായിച്ച് വളരുവാൻ നമ്മൾ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ തലമുറ വായന കുറയുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ? നമ്മുടെ കുറച്ചുകൂടെ നമുക്കറിയാം, PN പണിക്കരൊക്കെ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി ലൈബ്രറികളുണ്ടായി. ആ ലൈബ്രറിയിൽ പോയി നമുക്ക് കിട്ടുന്ന സമയം ഉള്ള സമയത്ത് നമ്മൾ ആ വായനശാലയിൽ പോയി, ആ ലൈബ്രറിയിൽ പോയി വായിച്ച് നമ്മളുടെ അറിവ് നേടുന്നവരാണ്. ഇന്ന് ആരെങ്കിലും എത്ര പേര് വായനശാലയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോകുന്നുണ്ട്? എൻ്റെ കുഞ്ഞനുജന്മാരെ എനിക്ക് ചിന്തിച്ച് എത്ര പേര് പോകുന്നുണ്ട്? ഇന്ന് വായനയുടെ അറിവ് നമ്മൾ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് മൊബൈൽ വന്നപ്പോൾ നമ്മളെല്ലാവരും മൊബൈലിൽ ചൂണ്ടുന്ന വ്യക്തിത്വങ്ങളായി മാറി അല്ലേ? അല്പസമയം കിട്ടേ ഞാനാണേലും അവിടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിപ്പുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് കാട്ടുവള്ളി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ലഹരി ബോധവൽക്കരണ ക്ലാസ് ഫാദർ ഡോക്ടർ മനോജ് നയിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാഹിത്യ ക്വിസ് മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ അർച്ചന S, അശ്വിൻ രമേശ്, സജിത M എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിഷ്ണു ബിജു, അപർണ G, സാന്ദ്ര സജി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരുടെ ചരമവാർഷിക ദിനമായ ജൂൺ 19 മുതൽ IB ദാസ് അനുസ്മരണ ദിനമായ ജൂലൈ 7 വരെയാണ് വായന പക്ഷാചരണം നടത്തുക.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനോദ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PM അബ്ദുൽ കരീം, ITDP പ്രോജക്ട് ഓഫീസർ G അനിൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ MN സുനിൽകുമാർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അരുൺ M, GS EMRS സ്കൂൾ പ്രധാന അധ്യാപിക J രാധ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഴുക്കാകുളത്ത് വെൽനസ് സെന്റർ വരുന്നതിനോട് തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും പകരം നഗരസഭയ്ക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും പണിയുന്നതിനുള്ള ഫണ്ടും ഉള്ളപ്പോൾ ഭീമമായ വാടക നൽകി സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വെൽനസ് സെന്റർ തുടങ്ങുന്നതിനോടാണ് വിയോജിപ്പുള്ളതെന്നും കൗൺസിലർ സിജി റഷീദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് റോഡ് ലെവലിന് താഴെയുള്ള കെട്ടിടത്തിന്റെ 10,000 രൂപ പോലും വാടക മതിക്കാത്ത ഭാഗം 34,905 രൂപ കരാറിൽ ഏർപ്പെടാവുന്നതാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന അജണ്ടയിലെ അഴിമതിയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും കൗൺസിലർ പറഞ്ഞു. പഴുക്കാക്കുളത്ത് അനുവദിച്ച വെൽനസ് സെന്റർ താൽക്കാലികമായി കുന്നംകവലിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ 34,095 രൂപ വാടക നൽകി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി നിർമ്മാണ ചെലവിന് 6 ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ച് നൽകുന്നതിനെ സംബന്ധിച്ച കഴിഞ്ഞ തവണ കൗൺസിലിൽ വന്ന അജണ്ടയിന്മേൽ LDF BJP കൗൺസിലർമാർ ഒന്നടങ്കം എതിർക്കുകയും ഇതിലെ അഴിമതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2020 വാർഷിക പദ്ധതി കാലത്ത് വന്ന പ്രോജക്റ്റാണ് തൊടുപുഴ നഗരസഭയിൽ പുതുതായി 3 വെൽനസ് സെന്റർ അനുവദിക്കുന്നു എന്നത്. യഥാക്രമം വെങ്ങല്ലൂർ, പഴുക്കാക്കുളം, കുമ്മങ്കല്ല് എന്നിവിടങ്ങളിൽ അനുവദിച്ച് കൗൺസിൽ പാസാക്കിയിട്ടുള്ളതാണ്. ഇതിൻ പ്രകാരം വെങ്ങല്ലൂർ, കുമ്മങ്കല്ല് ഭാഗത്ത് സമയോചിതമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സനീഷ് ജോർജ് ചെയർമാനായിരുന്ന കാലത്ത് കൗൺസിൽ എടുത്ത് നടപ്പാക്കിയ തീരുമാനമാണിത്. പിന്നീട് സനീഷ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കുമ്പോൾ പഴുക്കാക്കുളം വെൽനസ് സെന്ററിന് ആവശ്യമായ കെട്ടിടത്തിന്റെ പണി 90% പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് റോഡ് ലെവലിന് താഴെയുള്ള കെട്ടിടത്തിന്റെ 10,000 രൂപ പോലും വാടക മതിക്കാത്ത ഭാഗം 34,095 രൂപ കരാറിൽ ഏർപ്പെടാവുന്നതാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന അജണ്ടയിലെ അഴിമതിയാണ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2024-2025 പുതിയതായി 2 വെൽനസ് സെന്റർ കൂടി നഗരസഭാ കൗൺസിൽ അനുവദിച്ചിട്ടുണ്ട്. അതിന് നഗരസഭയ്ക്ക് സ്വന്തമായി 25 സെന്റ് സ്ഥലവും കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ടും ഉള്ളതാകുന്നു. പട്ടയം കവല കുന്നം ഭാഗത്തെ ജനസാന്ദ്രത കണക്കാക്കി ഒരു വെൽനസ് സെന്റർ തുടങ്ങേണ്ടതും അത് കോലാനിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ഒരു PHC ലെവലിലേക്ക് ഉയർത്താവുന്നതുമാണ്. നഗരസഭയുടേതായി കുന്നം പട്ടയം കവല ഭാഗത്ത് പണി പൂർത്തീകരിച്ച കെട്ടിടവും നിലവിലുണ്ട്. ഇങ്ങനെയിരിക്കെ വെൽനസ് സെന്റർ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വരുന്നതിനെയാണ് ഒരു കൗൺസിലർ എന്ന നിലയിൽ എതിർക്കുന്നതെന്നും സിജി റഷീദ് പറഞ്ഞു. 2022 വാർഷിക പദ്ധതിയിലാണ് നഗരസഭ 3 പുതിയ വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. അത് യഥാക്രമം വെങ്ങല്ലൂര്, പഴുക്കാകുളം, കുമ്മങ്കല്ല് എന്നീ ഭാഗങ്ങളിലായിരുന്നു. കൃത്യമായ സമയത്ത് സമയോചിതമായിട്ട് വെങ്ങല്ലൂരും കുമ്മങ്കല്ലിലും അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മുൻ ചെയർമാൻ സനീഷ് ജോർജ് ഇരുന്ന കൗൺസിലിലാണ് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് പഴുക്കാകുളം വെൽനസ് സെന്ററിന് 90% കെട്ടിട പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭ അനുവദിച്ച വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിനായി കുന്നം പട്ടയംകവല ഭാഗത്ത് നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും ഉണ്ടെന്നിരിക്കെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ 34,000 രൂപ ഭീമമായ വാടകയും അതുപോലെ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 6 ലക്ഷം രൂപ ഫണ്ടും അനുവദിക്കണമെന്ന അജണ്ടയാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. കുന്നം പട്ടയംകവലയുടെ ജനസാന്ദ്രതയെ കണക്കാക്കി അവിടെ ഒരു വെൽനസ് സെന്റർ, 2 വെൽനസ് സെന്റർ നഗരസഭ അനുവദിച്ചിട്ടുണ്ട്. അതിലൊന്ന് കുന്നം പട്ടയംകവല ഭാഗത്ത് ആരംഭിക്കാവുന്നതാണ്. അതൊരു PHC ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിനാവശ്യമായ സ്ഥലവും കെട്ടിടവും നിലനിൽക്കുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ് നടത്തി ഹെൽത്ത് സ്ക്വാഡ്. വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാൻ നഗരസഭാ ചെയർമാൻ K. ദീപക്, സെക്രട്ടറി ബിജു ജേക്കബ് എന്നിവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. പല സ്ഥാപനങ്ങളിലെയും ഭക്ഷണം പാചകം ചെയ്യുന്നവർ ഹെയർ ക്യാപ്പ് ധരിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ തീയതി കൃത്യമായി രേഖപ്പെടുത്താതെയും അടുക്കളയുടെ പരിസരം വൃത്തിയില്ലാതെയും കാണാൻ കഴിഞ്ഞു. ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വലിയപാത്രങ്ങൾ കഴിയും മാറി
സുനാമി ഇറച്ചി മീറ്റ് സ്റ്റാളുകളിൽ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നതറിയുന്നതിനായി മങ്ങാട്ടുകവല, മുതലക്കോടം എന്നിവിടങ്ങളിലുള്ള സ്റ്റാളുകളിൽ പരിശോധന നടത്തി. പഴയ മാംസം പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പരിശോധനയിൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോ മാത്യു, ദേവസേനൻ GS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീശൻ VP, ദീപ PV എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാൻ നഗരസഭാ സെക്രട്ടറി ബിജു ജേക്കബ്, ചെയർമാൻ K ദീപക് എന്നിവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ പല ഹോട്ടലുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര ശുചിത്വമില്ലാതെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി തൊടുപുഴ നഗരസഭയിലെ മുഴുവൻ ഹോട്ടലുകളും വരും ദിവസങ്ങളിൽ പരിശോധിക്കുന്നതിനും പരിശോധിച്ച് അതിനകത്ത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനും വേണ്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് നഗരസഭയിലെ ഏതാണ്ട് 15ഓളം ഹോട്ടലുകളും അതുപോലെ അറവുശാലകളും പരിശോധിക്കുകയുണ്ടായി. പല സ്ഥലങ്ങളിലും കണ്ടത് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം പല സ്ഥലങ്ങളിലും വേണ്ടത്ര ശുചിത്വം പാലിക്കുന്നില്ല, പഴകിയ ഭക്ഷണങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പഴകിയ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അത് കൈയോടെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ശുചിത്വമില്ലാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരസഭാ പ്രദേശങ്ങളിലെ മുഴുവൻ ഹോട്ടലുകളിലും ഈ പരിശോധന നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും 2-3 കാര്യങ്ങളാണ് പരിശോധിക്കുന്നതിലുള്ളത്. ഒന്ന്, പഴകിയ ഭക്ഷണം എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. രണ്ടാമത്, ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ അവിടുന്ന് വേസ്റ്റ് എങ്ങനെ മാറ്റുന്നു, അത് ഒഴുക്കി വിടുന്നുണ്ടോ പൊതുസ്ഥലത്തേക്കോ ഓടയിലേക്കോ എന്നുള്ളതിനെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വ്യക്തിപരമായ ഒരു സ്ഥാപനത്തോടും അല്ലെങ്കിൽ ഇത് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അടപ്പിക്കുന്നതിനോ ഒന്നും ഉള്ള തീരുമാനമില്ല. പക്ഷേ ഇത് കൃത്യമായും ശുചിത്വം പാലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം അവരെ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വായനാ പക്ഷാചരണം കോതമംഗലം താലൂക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണമായി സംഘടിപ്പിക്കുന്നത്. ഇക്കാലയളവിൽ താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിരവധി പരിപാടികൾ നടക്കും. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയേറെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 25ഓളം വരുന്ന കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. കേരളത്തിൽ ഒരു താലൂക്ക് പരിധിയിൽ അത്ര കോളേജുകളുള്ള ഒരു താലൂക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, കോതമംഗലം മാർത്തനേഷ്യസ് കോളേജ് പോലുള്ള കലാലയങ്ങൾ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കലാലയങ്ങളുടെ ചുരുക്ക കലാലയങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ ആ കളത്തിൽ തന്നെയാണ് കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളുടെ സമഗ്ര വളർച്ചയാണ്. അപ്പോൾ ആ നിലയിൽ ഈ സ്കൂളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ഇപ്പോൾ അഡ്മിഷൻ്റെ ഒരു ഡിമാൻഡിനെ സംബന്ധിച്ച് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു അനുഭവം, +1 അഡ്മിഷൻ അല്ല, 5 മുതൽ അച്ഛനോട് വേദിയിരുന്നപ്പോൾ സൂചിപ്പിക്കുകയാണ്. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ സെന്റ് ജോർജ് സ്കൂളിൽ അഡ്മിഷൻ നേടാനും അതിന് വലിയ തള്ളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്രയേറെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമായതുകൊണ്ട് തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും എല്ലാ കുട്ടികളും സെന്റ് ജോർജ് സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം CP മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ നയന ദാസ്, അഡ്വക്കേറ്റ് സുരേഷ് M. കുമാർ, PTA പ്രസിഡന്റ് റംല ഇബ്രാഹിം, PTA അംഗം KA യൂസഫ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ സ്വാഗതവും ഇരമല്ലൂർ ലൈബ്രറി പ്രസിഡന്റ് MM കുഞ്ഞുമൈദീൻ നന്ദിയും പറഞ്ഞു.
പരിപാടിക്ക് മുന്നോടിയായി കുട്ടികൾ കവിതാലാപനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിപുലമായി ആചരിച്ചു. പ്രിൻസിപ്പൽ ലൂസി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക പ്രതിനിധി ഫാദർ ആന്റണി ഓവേലിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ചും PN പണിക്കരുടെ സംഭാവനകളെക്കുറിച്ചും സംസാരിച്ചു. വായനയുടെ മഹത്വം വളർത്തുക, പൊതുജനതയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിപുലമായി ആചരിച്ചു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രിൻസിപ്പൽ ലൂസി ജോർജ് നിർവഹിച്ചു. തുടർന്ന് അധ്യാപക പ്രതിനിധി ഫാദർ ആന്റണി ഓവലിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ചും PN പണിക്കരുടെ സംഭാവനയെക്കുറിച്ചും സംസാരിച്ചു. വിവിധ ക്ലാസുകളിലെ കുട്ടികൾ പുസ്തക അവലോകനം, പുസ്തക പ്രദർശനം, വായനാ മത്സരം, ക്വിസ് തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുത്തു. സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗൈഡ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് ക്ലബ് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജ്, നല്ലപാഠം കോർഡിനേറ്റർ മീര ഭാസ്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരു പുസ്തകം ഒരു ലോകം എന്ന സന്ദേശവുമായാണ് പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കാളിയാർ. വണ്ണപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വായനാ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ രൂപീകരിച്ച 12 ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ് നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വണ്ണപ്പുറത്ത് വായനാ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു. വായനയിലൂടെ കുട്ടികൾക്ക് മാനസിക വികാസം ഉണ്ടാകുമെന്നും അത് അവരെ സംസ്കാരമുള്ളവരും മാനവികതാ ബോധം ഉള്ളവരുമാക്കി മാറ്റുമെന്നും ഷൈനി റെജി പറഞ്ഞു. പുസ്തകങ്ങൾ വായിക്കണം. കാരണം നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ അറിവ് എന്തോരം കിട്ടിയാലും നമുക്ക് മതിയാവില്ല. സ്കൂളിൽ രൂപീകരിച്ച 12 ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ കണ്ടുപോകുമ്പോൾ അതൊന്നും നമ്മുടെ മനസ്സിൽ തങ്ങുകയില്ല. പെട്ടെന്ന് കണ്ടങ്ങ് പോകും. നമ്മളൊന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ അതിനിടയിൽ എഴുതിയിരിക്കുന്ന സന്ദേശങ്ങളോ ഒന്നും വായിക്കുന്നില്ല. എല്ലാ കാഴ്ചയുടെയും പിന്നിൽ എന്തെങ്കിലും ഒരു സന്ദേശമുണ്ട്. പക്ഷേ ആ സന്ദേശം ഒന്നും നമ്മുടെ കണ്ണിൽ പെടുകയോ മനസ്സിൽ. വാർഡ് മെമ്പർ റഹിമ പരീദ് മുഖ്യപ്രഭാഷണം നടത്തി. നിറക്കതിർ 2025 എന്ന പ്രോഗ്രാം സ്കൂളിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് സൂപ്രണ്ട് അലി കെ അറിയിച്ചു. 10 വയസ്സുകാരി എഴുതിയ 4 കൃതികൾ വെളിച്ചം, എത്ര പ്രിയങ്കരം, മരണം മധുരിക്കുന്ന മരങ്ങൾ, തേജസ് എന്നീ കവിതാ സമാഹാരങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയും സ്കൂൾ ലൈബ്രറിക്ക് സമർപ്പിക്കുകയും ചെയ്തത് കുട്ടികൾക്ക് പ്രചോദനമായി. ജോൺസൺ ജോർജ്, റെജി മാത്യു, ഡോക്ടർ അജിത കുമാരി, ഷൈനി PP, ശ്രീരാജ് K എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. 10,000-ലേറെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വകാര്യ വായനശാല വീട്ടിൽ ഒരുക്കി വ്യത്യസ്തനാകുകയാണ് നെയ്യശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് ബാബു സെബാസ്റ്റ്യൻ. തിരക്കിട്ട കോടതി വ്യവഹാരങ്ങൾക്കിടയിലും വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വായനാശീലം അന്യം നിന്നു പോകുന്ന ഒരു പുതുതലമുറയ്ക്ക് മാതൃകയാകുകയാണ് ഇദ്ദേഹം. വക്കീലിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുറി നിറയെ പുസ്തകങ്ങളാണ്. നിയമപുസ്തകങ്ങൾ മാത്രമല്ല, കഥ, കവിത, യാത്രാവിവരണം, സാഹിത്യ നിരൂപണം തുടങ്ങി എല്ലാമുണ്ട് നെയ്യശ്ശേരി കണ്ടത്തിക്കുടി വീട്ടിലെ അഡ്വക്കേറ്റ് ബാബു സെബാസ്റ്റ്യന്റെ ശേഖരത്തിൽ. 10,000-ലേറെ പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു സ്വകാര്യ വായനശാലയാണ് അദ്ദേഹം വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വായനശാലയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പുസ്തകങ്ങളുടെ ശേഖരം. വീട്ടിലെ മെറ്റുമുറികളിലേക്കും പടർന്നിരിക്കുകയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി പുസ്തകങ്ങളുണ്ട് ബാബു സെബാസ്റ്റ്യന്റെ വീട്ടിലെ വായനശാലയിൽ. ഈ വീട്ടിൽ എന്നും വായനാ ദിനമാണ്. അച്ഛൻ KV സെബാസ്റ്റ്യന്റെ പക്കലുണ്ടായിരുന്ന വളരെ പഴക്കം ചെന്ന പുസ്തകങ്ങൾ, ലേഖനങ്ങൾ തുടങ്ങിയവ ഈ വായനശാലയിലുണ്ട്. എല്ലാ പുസ്തകങ്ങളും നശിച്ചു പോകാതെ വളരെ ശ്രദ്ധയോടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വക്കീലിന് വായിക്കാൻ കൂടുതൽ താല്പര്യം ലേഖനങ്ങളാണ്. എനിക്ക് കൂടുതൽ നോവൽസിനേക്കാൾ ഇഷ്ടം ലേഖനങ്ങളാണ്. പിന്നെ എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഞാൻ ഒരിടയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. കംപ്ലീറ്റ് എല്ലാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മാധ്യമം, ദേശാഭിമാനി, അങ്ങനെയുള്ള എല്ലാം വാങ്ങി. പിന്നെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വളരെ ചുരുക്കി. ഇപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മലയാളം സമകാലീന മലയാളവും പിന്നെ ഇംഗ്ലീഷിൽ ഫ്രണ്ട് ലൈനും വീക്കും അങ്ങനെയുള്ള മാസികകൾ, പിന്നെ ഒരു പച്ചക്കുതിര എന്ന് പറഞ്ഞ DC-യുടെ ഒരു പബ്ലിക്കേഷനുണ്ട്, എല്ലാ മാസമുള്ള ഒരു മാസികയാണ്, അത് വരുത്തുന്നുണ്ട്. പിന്നെ റിലീജിയസ് ബുക്സ് എന്ന് പറയുമ്പോൾ സത്യദീപം എന്ന് പറഞ്ഞ ഒരു വീക്ക്ലി ഉണ്ട്, എറണാകുളത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്നു, അത് വരുത്തുന്നുണ്ട്. സാഹിത്യകൃതികളും വായിക്കും. കേസിന്റെ ആവശ്യത്തിനായി നിയമപുസ്തകങ്ങളും ധാരാളം വായിക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്താ പറയണേ, എനിക്ക് പഠിക്കണം എന്ന് തോന്നി. അപ്പം കുറച്ചും കൂടി മെച്ചപ്പെടണം, നമ്മുടെ ഈ അഭിഭാഷക വൃത്തി കുറേ കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വാങ്ങുന്നത്. പിന്നെ പുസ്തകങ്ങളോട് അത്രയധികം താല്പര്യവും അഭിനിവേശവും ഉണ്ട്, അതുകൊണ്ട് വാങ്ങുന്നു. കൂടുതലായിട്ട് വായിക്കാൻ പറ്റുന്ന നിയമപുസ്തകങ്ങളാണ്. കാരണം നിയമം എല്ലാ ദിവസവും തന്നെ മിക്കവാറും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ നിയമത്തിൽ അപ് ടു ഡേറ്റ് ആവണമെങ്കിൽ മിക്കവാറും നിയമ പുസ്തകങ്ങൾ, അതായത് എന്താ പറയുക, ജേണൽസ് അത് വരുത്തി വായിക്കേണ്ടി വരും.
ചെറുപ്പത്തിൽ ചെറുകഥകളും മറ്റു ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങളും വായിക്കുമായിരുന്നു. എന്നാൽ വായനയോട് താല്പര്യം തോന്നി തുടങ്ങിയത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. കോട്ടയം പുഷ്പനാഥിന്റെ അപസർപ്പക നോവലുകൾ ഏറെ ആസ്വദിച്ചിരുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതികളും വായനാശീലം വളരാൻ ഏറെ സഹായിച്ചു. കോളേജ് പഠനകാലത്ത് വായന പടർന്നു പന്തലിച്ചു. ആസ്വാദനത്തിനായും പഠനത്തിനായും വായന തുടർന്നു. തേവര SH കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു അച്ഛൻ സെബാസ്റ്റ്യൻ. 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ബിരുദവും പഠിച്ചത് എറണാകുളത്തായിരുന്നു. നിയമപഠനം പൂനെയിലും. നിയമപഠനത്തിന് ശേഷം തിരികെ തൊടുപുഴയിലെത്തി. മുട്ടം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. സമയം ലഭിക്കുമ്പോഴൊക്കെ വായിക്കും. ഇടയ്ക്ക് ചില വിദ്യാർത്ഥികൾ പഠനവുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ അന്വേഷിച്ചു വരാറുണ്ടെന്ന് ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു. വായന കുറഞ്ഞു വരികയാണ്. വായനാശീലം വളർത്തണം. നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വായന പ്രത്യേക അനുഭവമാണ്. അതിന് അതിർവരമ്പുകളില്ല. ബാബു സെബാസ്റ്റ്യൻ പറയുന്നു. എന്ത് ഡിജിറ്റൽ റീഡിങ് ആയാൽ പോലും നമ്മൾ പുസ്തകം വായിക്കുന്ന ആ പുസ്തകത്തിൻ്റെ ആ മണവും അതിൻ്റെ ആ ഒരു എന്താ പറയണ വായിക്കാനുള്ള ഒരു ത്വരയൊന്നും ആ ഒരു വായനാ സുഖമൊന്നും ഈ ഡിജിറ്റൽ റീഡിങ്ങിലോ മറ്റോ ഒരു മേഖലയിൽ നിന്നും നമുക്ക് ലഭിക്കില്ല എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതിനകത്ത് ഈ ഇപ്പോഴുള്ള യുവതലമുറയോട് പറയാനുള്ളത്. പലർക്കും വായനയോട് താല്പര്യമില്ല ഈ കാലഘട്ടത്തിൽ. വായന എന്ന് പറഞ്ഞാൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി ഈ വായനാ ദിനവും മറ്റും വരുമ്പോഴാണ് ഈ വായനയെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകുന്നതും ഇതുപോലെ പത്രമാധ്യമങ്ങളിലും എല്ലാം ഈ വായനയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതും. ഭാര്യ ലിജിയും മകൻ അവിനാഷും ബാബു സെബാസ്റ്റ്യന്റെ വായനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വായനാ ദിനത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ച് അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ. സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ അരിക്കുഴ ഉദയ YMA ലൈബ്രറിയുടെ പ്രസിഡന്റ് സിന്ധു വിജയനെയും സെക്രട്ടറി അനിൽ MKയെയുമാണ് ആദരിച്ചത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് K ജോർജ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. വായനാ ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ച് അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ. സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ അരിക്കുഴ ഉദയ YMA ലൈബ്രറിയുടെ പ്രസിഡന്റ് സിന്ധു വിജയനെയും സെക്രട്ടറി അനിൽ MKയുമാണ് ആദരിച്ചത്. ലൈബ്രറിയനിൽ നിന്ന് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവിടെ വരുന്ന വായനക്കാർക്ക് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വായനാ കാർഡുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് അടിക്കുറിപ്പ് മത്സരം, സ്ഥലനാമ കൗതുകം, വായിക്കാം വളരാം, കൂട്ടവായന എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് K ജോർജ്, അധ്യാപകരായ ബിറ്റി ബേബി, റോംസ് ജെയ്സൺ, ശ്യാംലി ബെന്നി, വിദ്യാർത്ഥി പ്രതിനിധികളായ ആദികൃഷ്ണ അനീഷ്, ഗോഡ്വിൻ ജോമറ്റ്, ദക്ഷ് രാഹുൽ, ആൽഫിയ കുമാർ, ബദ്രിനാഥ് ബിബിൻ, ജിയോൻസി നിതിൻ, യുക്ത KS എന്നിവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോക്സോ നിയമ അവബോധം ലഭിക്കുന്നതിനായി ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പോക്സോ നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA പറഞ്ഞു. ദേശീയ വായനാ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം പൈനാവ് MRS സ്കൂളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ് നടത്തി ഹെൽത്ത് സ്ക്വാഡ്. വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ ന്യൂനത പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.